അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോഴൊക്കെ വെച്ചിട്ട് ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ് പഴം നുറുക്ക്. പഴം നുറുക്ക് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വലിയ പഴം എടുത്തിട്ട് ഇതുപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് അത് വേവിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലോട്ട് വെള്ളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ വെള്ളത്തിൽ ഇട്ടിട്ട് പഴം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പഴം ഒരു ഏകദേശം 5-10 മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ വേവണല്ലമ്മ, ഒന്നുകൂടെ കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ അതൊക്കെ വെന്തിട്ട് നമുക്ക് ഇതിലോട്ട് ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് എല്ലാവർക്കും അറിയുന്നുണ്ട്. നമ്മൾ ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് കേട്ടോ ഇത്. നമ്മൾ രാവിലെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിൽ പപ്പടമൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ പഴം ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ച ഏലക്കായ ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങള് ജസ്റ്റ് ഒന്ന് ചതക്കിട്ടോ. ഇത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതല്ലേ നല്ലത് ഉമ്മ? പൊടിച്ചിട്ട് ഇടാന്ന് അങ്ങനെ ഞങ്ങള് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തുള്ളത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക, പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിലോട്ട് എന്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? ഇനി ശർക്കര ഉരുക്കി വെച്ച് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മെയിനായിട്ട് ഒരു മധുരമുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ ശർക്കര അത്യാവശ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി നല്ലോണം വെന്ത് വരണം കേട്ടോ ഈ പഴം. ഇതിലോട്ട് ഇപ്പൊ തന്നെ ജീരകപ്പൊടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പൊടിച്ചു വെച്ച ജീരകപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്നുകൂടെ ഇത് വെന്ത് വരണം, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിച്ചതിന് ശേഷം ഇടക്ക് തുറന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് ഇതെല്ലാം മിക്സ് ആയിട്ട് വരും കേട്ടോ. നമ്മൾ ഈ ശർക്കരയും അതുപോലെ ഈ പഴമൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ആയിട്ട് വരും. അപ്പോൾ അതുവരെ നിങ്ങളിത് വേവിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ നിങ്ങൾക്ക് പഠിഞ്ഞത്? മനസ്സിന്ന് ഓർത്തോർത്തിട്ടോ. നിങ്ങൾക്ക് ഇത് ആരും പഠിപ്പിച്ചൊന്നുമല്ല? എന്നിട്ട് നിങ്ങൾ ഇതുവരെയൊക്കെ ഉണ്ടാക്കി തരുന്നു? അപ്പോ അതെ അതെ, ഞാൻ ലീവ് ആയതുകൊണ്ട് അപ്പൊ ഞങ്ങൾ ഓരോ ഐറ്റം ആയിട്ട് വീണ്ടും ഇങ്ങനെ വരാം കേട്ടോ. ഓണത്ത് ലീവ് ആണ് കേട്ടോ. അപ്പൊ ഇന്ന് സൺഡേ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിമക്ക് നിന്നിട്ടുള്ളത്. ഞാൻ വരുന്നെന്ന് ഉണ്ടാക്കണം. ഇൻഷാല്ലാ ഞാൻ വേഗം വരും. അപ്പൊ നമ്മുടെ പഴം ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെ അമ്മ? ഞങ്ങൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ഇത് നമുക്ക് അത്യാവശ്യം മധുരം വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ശർക്കര ഉരുക്കിയത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരത്തിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു മധുരവും ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അധികം വേണ്ട, തുള്ളി ഉപ്പ് മതി. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരൈറ്റം കൂടെ ആണ്. ഇനി നമുക്ക് എന്താണ് ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പശു നെയ്യാണ് എടുക്കുന്നത്. അപ്പോൾ പശു നെയ്യ് എടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നിങ്ങൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇതിലോട്ട്. ഇനി ഇതിലോട്ട് ഒരു ഐറ്റം കൂടി ഉണ്ട്, നമ്മുടെ തേങ്ങാപ്പാൽ. അതോടെ ഇത് ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്കുള്ളത്. പഴം വേണം, അതുപോലെ ശർക്കര, ജീരകപ്പൊടി, ഏലക്കായ് പൊടിച്ചത്, നെയ്യ്, പിന്നെ തേങ്ങാപ്പാൽ. ഇത്രയും ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ പഴനുറുക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് പപ്പടം കൂട്ടിയിട്ടാണ് കഴിക്കാൻ, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പപ്പടമൊക്കെ കൂട്ടി കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അതെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല കട്ടി തേങ്ങാപ്പാൽ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ല രീതിയിൽ വെന്ത് വരും.
ശർക്കര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മധുരം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരും കേട്ടോ നമ്മുടെ ഈ ഒരു ഐറ്റം. എന്നിട്ട് നമ്മൾ കഴിക്കാം. അപ്പോൾ എങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമുക്ക് ശർക്കര വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞങ്ങൾ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞങ്ങൾക്ക് മധുരം കുറച്ച് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് നല്ല മധുരം വേണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ കുറച്ചുകൂടെ ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആ തേങ്ങാപ്പാലും ആ മധുരവും പഴമൊക്കെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കുറുകി വരണം കേട്ടോ. കുറുകി വന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലൊന്നും ഇടാനില്ലല്ലോ ഉമ്മ? ഇനി നമുക്ക് പപ്പടം പൊരിച്ചിട്ട് ഇത് കൂട്ടി കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം നുറുക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി അത് കഴിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഉമ്മ എടുത്തു തരും. കുറച്ച് മതി ഉമ്മ. ഓക്കെ, മതി. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പപ്പടം കൂട്ടിയിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. സ്പൂൺ വേണ്ട, ഞാൻ പപ്പടം പൊടിച്ച് തിന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ പപ്പടം എടുക്കട്ടെ. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. പപ്പടമൊക്കെ വെച്ചിട്ട് നല്ല ചൂടുണ്ട്. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. കഴിക്കാട്ടോ. ഞാൻ കഴിച്ച് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് നമുക്കിവിടെ തേങ്ങാപ്പാലൊക്കെ വന്നുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഓണത്തിനാണ് സ്പെഷ്യലായിട്ട് ഇത് ഉണ്ടാക്കാം, പക്ഷേ അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ പഴന്നുറുക്ക് എന്ന ഒരു അതിഥി കൂടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സുവാബി എങ്ങനെയുണ്ട് നമ്മുടെ പഴന്നുറുക്ക് കഴിച്ച്? രസമുണ്ടോ സുവാബിയ? രസമുണ്ടോ? അടുത്താള് എനിക്ക് വേണ്ടേ പഴന്നുറുക്ക് വേണ്ടേ? ഓ ആരപ്പോ കാണാണ്ടോ? കാണാണ്ടോ? അപ്പൊ എങ്ങനെയുണ്ട് സുവാബി? അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാ ഇങ്ങനെ കാണിച്ചോ. അടിപൊളി. അപ്പൊ നിങ്ങളെല്ലാരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പപ്പടം കൂട്ടിയിട്ടൊക്കെ കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അമ്മ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? തേങ്ങാപ്പാലിന്റെ ഒക്കെ രസമില്ലേ? അടിപൊളിയുണ്ട്. അപ്പൊ പുതിയൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരാം. അപ്പൊ അതിലേക്കുമ്പോ ബൈ.